നമസ്കാരം. പത്തനംതിട്ട മലയാലപ്പുഴ കോഴിക്കുന്നം ഗവൺമെന്റ് LPSലെ പ്രധാന അധ്യാപിക ഗീതയെ പൂർവ്വ വിദ്യാർത്ഥി മർദ്ദിച്ചത് സമനില തെറ്റിയ രീതിയിലാണ്. ഇതെന്നെ കൈ കൊണ്ട് അടിച്ചതാണ്. കൈ കൊണ്ട് അടിച്ചു കൈ കൊണ്ട് അടിച്ചതാ. ഭയങ്കരമായിട്ട് നല്ല ഫോഴ്സിൽ കണ്ണ് തുറക്കാൻ സ്ത്രീകളായ അധ്യാപകരും രക്ഷിതാക്കളും ഉള്ള PTA പൊതുയോഗം നടക്കുന്നതിനിടെയാണ് പൂർവ്വ വിദ്യാർത്ഥി വിഷ്ണു S. നായർ ആക്രമിച്ചത്. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന തന്റെ ഭർത്താവിനെ മർദ്ദിക്കാൻ വിഷ്ണു ശ്രമിച്ചുവെന്നും അത് തടയാൻ നോക്കിയപ്പോൾ മുഖത്ത് അടിക്കുകയായിരുന്നുവെന്നും പ്രധാന അധ്യാപിക ഗീത പറഞ്ഞു. വിഷ്ണുവിനെ മലയാലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് PTA ഉണ്ടായിരുന്നു. PTA യോഗം കഴിഞ്ഞ് പേരൻസൊക്കെ ഇങ്ങനെ പിരിയുന്ന സമയമാണ്. കുറച്ച് കുട്ടികളും പോയി, ബാക്കി കുറച്ച് പേരൻസും കുട്ടികളും ഉണ്ട്. ആ ഒരു സമയത്താണ് ഇയാൾ സ്കൂളിനകത്തേക്ക് ചാടിക്കയറി വന്നു. പെട്ടെന്ന് ഞാൻ പോലീസിനെ വിളിച്ചപ്പോഴേക്ക് ഇവൻ വന്നു കഴിഞ്ഞ് ഭയങ്കരമായിട്ടും ബഹളം വെച്ചു, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പേരൻസ് എല്ലാം ലേഡീസ് മാത്രമേ ഉള്ളൂ, ജെൻസ് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സും ലേഡീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അന്നേരം ആ സമയത്ത് മറ്റൊരു ആവശ്യത്തിനോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവന് ആരോ ഇങ്ങനെ കയറി ചാടി ക്ലാസ്സിനകത്തേക്ക് കയറുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ആരാ ഇയാൾ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇവന് അദ്ദേഹത്തിനോട് അടുത്ത് വന്നപ്പം ഇവൻ വല്ലതും ചെയ്തേക്കോ എന്നുള്ള ഭയത്തിൽ ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. ഞാൻ പറഞ്ഞു മാറി നിൽക്കും, പുള്ളി സർജറി കഴിഞ്ഞ ആളാണ്, അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് കയറിയത്. മാറെന്ന് പറഞ്ഞ് എന്നോട് ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇവനോടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇവനെ വല്ലാതെ വയലൻ്റായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയി. അപ്പോൾ എൻ്റെ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ആ ബോർഡിൻ്റെയൊക്കെ അടുത്തോട്ടായപ്പോഴേക്കും ഇവൻ എന്നോട് വല്ലാതെ ഷൗട്ട് ചെയ്തു. പരസ്പര ബന്ധമില്ലാതാണ് പറയുന്നത്. അപ്പോൾ അന്നേരം അവൻ എന്നെ പെട്ടെന്ന് അടിച്ചുവിടെ. ഒരടി അടിച്ചു, രണ്ടാമത്തെ അടി അടിച്ചപ്പോഴേക്ക് ഞാൻ തെറിച്ച് ഞാൻ തറയെ വീണു. അപ്പോഴേക്ക് പേരൻസൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീണ് കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാം കൂടെ ഉറക്ക ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ കസേര എടുത്ത് ഹസ്ബൻഡ് എറിഞ്ഞതാണ്. മറ്റൊരു പേരൻറ്റിൻ്റെ ഒരു കയ്യിലാണ് കൊണ്ട് ചെറിയ മുറിവുണ്ടായത്. അതൊക്കെ ഈ തല ഇങ്ങനെ പെരുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കസേര വീശുന്നവരൊക്കെ ഞാൻ കണ്ടുള്ളൂ, മറ്റൊന്നും എനിക്ക് കാണുന്നില്ലായിരുന്നു. അപ്പോഴേക്ക് എന്നിട്ട് ഇവന് ചാടി മുറ്റത്തിറങ്ങിയപ്പോഴേക്ക് ബഹളം കേട്ടോണ്ട് ആൾക്കാർ കുറച്ച് പേരൊക്കെ കൂടി. ആ സമയത്തേക്ക് ഞാനിപ്പോൾ ഈ അടി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോലീസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞ് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് പോലീസ് വന്നു. ഇവൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പോലീസ് വന്ന് അവനെ കൊണ്ടുപോയി. പിന്നെ ഞാനും സ്റ്റേഷനിൽ പോയി മൊഴിയെടുത്തു. പിന്നെ ഹോസ്പിറ്റലിൽ വന്നു, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ മെഡിസിനൊക്കെ തന്നു. ഈ കണ്ണെല്ലാം കൂടി ഇങ്ങനെ ചുമന്ന് കലങ്ങി വല്ലാതെ ബൾജ് ചെയ്തിരിക്കുകയായിരുന്നു. അവന് പണ്ട് അവിടെ പഠിച്ചതാണ്, ഞാനും പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ്. പിന്നെ വലുതായി, ഇപ്പോൾ 10-32 വയസ്സുണ്ട്. അപ്പോൾ എനിക്കിതിനെ കഴിഞ്ഞ പ്രാവശ്യം ബഹളം എടുത്തുകൊണ്ട് വന്നപ്പോൾ എനിക്കിവനെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഈ ബഹളം വയ്ക്കും, നീ ആരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവനാണ് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട്, നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ചീത്തയൊക്കെ പറയുക. എന്നിട്ട് പിന്നെ ഇവൻ പറയും ഞാൻ അവൻ്റെ അമ്മയാണ്, ഞാൻ ഇവനെ നോക്കുന്നില്ല, അങ്ങനെ ഇവൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ഇവനങ്ങ് പറയുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവനെന്തോ അബ്നോർമലായിട്ട് എനിക്ക് കള്ളു കുടിച്ചു അങ്ങനെയല്ല, ഒരു മദ്യപാനിയുടെ ഒരു ലക്ഷണമേ അല്ല, ഇവനെന്തോ മയക്കുമരുന്നോ അതുപോലെ എന്തോ സംഗതിയാണ്. നല്ല വെൽ ഡ്രസ്ഡാണ്. അവിടെ മലയാലപ്പുഴ തന്നെയുള്ള പത്തിശ്ശേരിൽ എന്ന് പറയും, ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് 1-1.25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മയും പെങ്ങളും ഉണ്ട്. അവരുമായിട്ട് ബഹളമായിട്ട് അവരെ ഇറക്കി വിടുകയൊക്കെ ചെയ്തെന്നാണ് ഇങ്ങനെ കേട്ടത്. ഞാനിവനെ പഠിപ്പിച്ചതാണ്. പണ്ട് അന്ന് മിടുക്കനായ കുട്ടിയൊക്കെ ആയിരുന്നു. വർഷം ഓർമ്മയില്ല. ഇപ്പം അവന് 22 വർഷം മുമ്പായിരിക്കും ഏകദേശം. എന്ന് വെച്ചാൽ അവനിപ്പോൾ 10-32 വയസ്സോളം ഉണ്ട്. ഒരു ഏകദേശ ധാരണ വെച്ചൊരു ഞാൻ ഇപ്പോഴാണ് ഞാൻ ഈ ജൂണിലാണ് എനിക്ക് പ്രൊമോഷൻ വന്നത്. ഞാൻ കയറിയ കാലത്താണ്, ഞാൻ 96-ലാണ് കയറിയത്. ഏതാണ്ട് 2000 അടുത്ത സമയത്ത് ഇപ്പോഴും ആണെന്ന ഏകദേശം വെച്ച് നോക്കിയപ്പം അങ്ങനെയാണ്. അതെ, അല്ല ഞാൻ ആദ്യമേ പറഞ്ഞത് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പം കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവന് കുഴപ്പമുള്ളവനാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരു സംരക്ഷണം കിട്ടണ്ടേ. പൊതുസ്ഥാപനത്തിൽ വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ അപ്പോൾ അവനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും
തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിച്ചെങ്കിലേ പറ്റൂ. അവന് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടെയാണ്, പെട്ടെന്ന് ആർക്കും അങ്ങനെ അവനെ പിടിച്ചു നിർത്താൻ നോക്കത്തില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ വയലൻ്റായിട്ട് നിൽക്കുമ്പോഴേ ഭയങ്കര നമ്മൾ അവനെ അത് നേരിട്ട്, അവൻ്റെ ആ വയലൻസ് നേരിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ അറിയത്തുള്ളൂ.